അക്കൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, അതായത് നമ്മൾ ഈ ചാനൽ എന്തൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ടാക്സ്, ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡിംഗ്, GST, ഇൻകം ടാക്സ്, ഓൺലൈൻ അപ്ഡേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്ന അപ്ഡേഷൻസ്, അതിൽ വരുന്ന പ്രൊസീജിയേഴ്സിന്റെ വീഡിയോസ്, ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു ചാനലിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ട്രേഡിങ്ങിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഏതാണ് ബെറ്റർ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഏത് ആപ്പാണ് നല്ലത്? സെറോദ, പേടിഎം മണി, അതേപോലെ തന്നെ ഏഞ്ചൽ വൺ, ഗ്രോ, അപ്സ്റ്റോക്സ്, ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ഡിമാറ്റ് അക്കൗണ്ട്? അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ റീലിൽ ഇതിലൊക്കെ പറയാറുണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് സെക്യൂരിറ്റീസ്, അതായത് നമ്മുടെ സെക്യൂരിറ്റീസ് മേടിക്കാനോ വിൽക്കാനോ സെറ്റിൽമെന്റിനോ ഹോൾഡ് ചെയ്യാനോ ഇതിനെല്ലാമാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഷെയർസ് ആയാലും ബോണ്ട് ആയാലും മ്യൂച്വൽ ഫണ്ട് ആയാലും അതേപോലെ തന്നെ ഡിബഞ്ചേഴ്സ്, ഇതെല്ലാം വരുന്നത് ഈ ഡിമാറ്റ് അക്കൗണ്ടാണ്. ഇത് നമുക്ക് അതിൽ മേടിക്കാം, വിൽക്കാം, ബോണസ് ഷെയർസ് എടുക്കുന്നതും പ്രോഫിറ്റ് ഷെയർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഡിമാറ്റ് അക്കൗണ്ടിലാണ് നടക്കുന്നത്. ഇത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെയാണ്, നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, എന്തൊക്കെ വേണം, ഇതെല്ലാം ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഇതായിട്ട് പറയാം അറ്റ് എ ഗ്ലാൻസ്. അതായത് നമുക്ക് പാൻ കാർഡ് വേണം, ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ വേണം, അതേപോലെ നിങ്ങളുടെ ലൈവ് സെൽഫി, ഇതൊക്കെ നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അപ്പോൾ നിങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഇതിൽ ലിങ്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അന്നാലും കുറേ ഡൗട്ടുകൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിങ്ങൾക്ക് എങ്ങനെ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാം. നമ്മൾ സ്റ്റെപ്പ് വൈസ് കാണിച്ച് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഫുള്ള് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്തവരാണ്, എന്നാൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണം, ഡിമാറ്റ് അക്കൗണ്ടിനെ കുറിച്ച് അറിഞ്ഞ് അത് നിങ്ങൾക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് ചെയ്യണം എന്നുള്ളവർക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. വേഗം തന്നെ വീഡിയോ ഫുൾ എന്തായാലും കാണാം. അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ വേഗം കമൻറ്റ് ചെയ്താൽ നമ്മൾ ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ലിങ്ക് അയക്കാം, ലിങ്ക് അയച്ച് തരാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേഗം തന്നെ ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്കും തുടങ്ങാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപ്സ്റ്റോക്കിൽ എങ്ങനെ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുക എന്ന് നോക്കാം. ഇത് പ്ലേ സ്റ്റോറിൽ നമ്മൾ ആദ്യം അപ്സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്ത് നമുക്കതിൽ ലോഗിൻ അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യാം. OTP കൊടുക്കുക. അപ്പോൾ ലോഗിൻ ആവും. ലോഗിൻ അല്ല, സൈനപ്പ് ആണ് ആവുന്നത്. അപ്പോൾ നമ്മുടെ അതിൽ നമ്മുടെ മെയിൽ ID കൺഫേം ചെയ്യാൻ പറയും. അപ്പോൾ മെയിൽ ID കൊടുക്കുക, അതിൽ എഗ്രി കൊടുക്കുക. അപ്പോൾ എഗ്രി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. ആദ്യം തന്നെ ഫോൺ നമ്പറും മെയിൽ ID ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൽ സൈനപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സൈനപ്പ് ചെയ്തിട്ടുള്ളൂ, ഇനി KYC കംപ്ലീറ്റ് ചെയ്യണം. അതായത് നോ യുവർ കസ്റ്റമർ. അതിൽ നമ്മുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ്, നമ്മുടെ ആനുവൽ ഇൻകം, അങ്ങനെയുള്ള പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതായത് ബിസിനസ് ആണോ, പ്രൈവറ്റ് ആണോ, അല്ലെങ്കിൽ എന്താ ജോലിയാണോ, സ്റ്റുഡൻ്റ് ആണോ, അതെല്ലാം നമുക്ക് അതിലേതാണെന്ന് വെച്ച് കൊടുക്കാം. അതൊന്നും കുഴപ്പമില്ല. അതിനുശേഷം മെയിലാണോ ഫീമെയിലാണോ, സിംഗിൾ മാരീഡ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ചോദിക്കും. അതിനുശേഷം നമ്മൾ ഇന്ത്യയിൽ തന്നെ ടാക്സ് അടയ്ക്കുന്ന ആളാണോ, അതുപോലെ ഫിനാൻഷ്യലി പൊളിറ്റിക്കലി, അങ്ങനത്തെ കാര്യങ്ങൾ. അതിനുശേഷം നമ്മുടെ സൈൻ ഒന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനും പറ്റും. ഇതിങ്ങനെ കൊടുക്കാനും മതി. അപ്പോൾ അങ്ങനെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് കൊടുക്കുക, നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ്, അതായത് പാൻ കാർഡിൽ നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. ശേഷം നമ്മുടെ ലൈവ് സെൽഫി ചോദിക്കും. അതിനുശേഷമാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് UPI വെച്ച് ആഡ് ചെയ്യാം. പക്ഷേ അപ്പോൾ നമ്മുടെ ആ UPIയിലുള്ള ആ സിമ്മ് നമ്മുടെ ഫോണിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് മാനുവലി ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മാനുവലി നമ്മുടെ അക്കൗണ്ട് നമ്പർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ പേര്, ഇതെല്ലാം മാച്ച് ആവണം പാൻ കാർഡായിട്ട്. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുത്ത് അത് വെരിഫൈഡ് ചെയ്തതിന് ശേഷം, അതായത് ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് നേരെ കണ്ടിന്യൂ. അപ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ പേരിലുള്ള അക്കൗണ്ട് അവിടെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. അത് വെച്ചിട്ട് നമുക്ക് അടുത്തതിലേക്ക്, അതായത് ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് വെരിഫൈഡ് ആവാൻ ഒരു ദിവസം എടുക്കും. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ഇങ്ങനെ എമൗണ്ട് എത്രയാണ് വരുന്നത്, അതൊക്കെ ചാർജുകൾ എത്രയാണ് വരുന്നത് നമുക്ക് കാണിക്കും. കണ്ടിന്യൂ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് IPO അതുണ്ടാവും. അത് നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആഡ് ചെയ്യണം. അതായത് ഇൻട്രാഡ് ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോൾ നമ്മൾ കറൻസിയും കമ്മോഡിറ്റിയും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അത് വേണ്ട, അല്ലെങ്കിൽ എല്ലാം കൊടുക്കാം. അപ്പോൾ FNO ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. അതായത് ഇതിൽ അപ്ലോഡ് ചെയ്യണം. 6 മാസത്തെ, കറക്റ്റ് 6 മാസത്തെ, അതായത് ഇന്നിപ്പോൾ ഏതാണ് ദിവസം എന്ന് വെച്ചാൽ അതിന് തൊട്ട് മുൻപുള്ള 6 മാസം കറക്റ്റായിട്ട് നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടതാണ്.
അപ്പോൾ ഞാനതിപ്പോൾ ചെയ്തിട്ടില്ല, നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ നേരെ കൊടുക്കുക. അതിപ്പോൾ ഞാൻ പിന്നെ കൊടുക്കാമെന്നാണ്. അതുപോലെ നോമിനിന് ഞാൻ ആഡ് ലെറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ഒരു വൈഫിൻ്റെയോ അച്ഛൻ്റെ അമ്മയുടെ ആരുടെ പേരാണെന്ന് വെച്ചാൽ കൊടുത്ത്, അല്ലെങ്കിൽ സ്പൗസിൻ്റെ പേര് കൊടുത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ചെയ്യുന്നത്, അതായത് പ്രിൻ്റല്ല, ആപ്ലിക്കേഷൻ സൈൻ ചെയ്യുന്നത് നമ്മുടെ ആധാറിൻ്റെ OTP വെച്ചിട്ടാണ്. സൈനിങ് ആണ് വരുന്നത്. അത് നമുക്ക് OTP കൊടുത്ത് വെരിഫൈ OTP കൊടുത്താൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ സൈൻ ഡോക്യുമെൻ്റായി, നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിട്ടുണ്ട്. അതായത് ആപ്ലിക്കേഷൻ ആധാറായിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ അതിന് ശേഷം 48 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഫണ്ട് ആഡ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഇതേപോലെയാണ് അപ്സ്റ്റോക്കിൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നത്. എങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ആയാലും ഇക്വിറ്റി ആയാലും എങ്ങനെ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം, ഇതെല്ലാം നമുക്ക് ഈ ഒരു അക്കൗണ്ട് വെച്ച് തുടങ്ങാനും ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ അതായത് ട്രേഡിങ്ങോ ഇൻവെസ്റ്റ്മെൻറ്റോ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക. ഡിമാറ്റ് അക്കൗണ്ട് വേഗം എടുക്കുക. കാരണം ഇന്ന് നമ്മുടെ ജോലിയുടെ ഒപ്പം അല്ലെങ്കിൽ നിങ്ങൾ വേറെ ബിസിനസ് ചെയ്യുന്നവരായാലും ജോലി ചെയ്യുന്നവരായാലും ഹൗസ് വൈഫ് ആയാലും നിങ്ങൾക്കൊക്കെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷനാണ് ട്രേഡിങ് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വെൽത്ത് നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ഗ്രോ ചെയ്യണമെന്ന് പറയില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇതുവരെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലും സ്റ്റാർട്ട് ചെയ്യാത്തവർ അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ട് നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലെ ഇൻഫർമേഷൻ വേണ്ടി ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ടാക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻസ്, GST, ഇൻകം ടാക്സ് ഇങ്ങനെ വരുന്ന എല്ലാ അപ്ഡേഷൻസിനും ഓൺലൈൻ അപ്ഡേഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ചാനൽ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.